നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ കണ്ടീഷണർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സംശയമില്ലാതെ പറയാം കേട്ടോ, ഈ ഒരു ഐറ്റത്തിൻ്റെ കാര്യം. ഇത് ഒരു പച്ചക്കറി മാത്രമല്ല കേട്ടോ, നല്ലൊരു ഹെയർ കണ്ടീഷണറായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ദോഷവും വരാതെ തന്നെ തികച്ചും പ്രകൃതിദത്തമായ ഒന്നാണ് ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 4 വെണ്ടയ്ക്ക എടുക്കാം. നല്ലവണ്ണം കഴുകി, പിഞ്ച് വെണ്ടയ്ക്കയാണ് എടുക്കാൻ വേണ്ടിയിട്ട്. മുറ്റിയതെടുക്കരുത്. മുറ്റിയതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടത്തില്ല കേട്ടോ. അതിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വരണ്ട മുടി, അതുപോലെ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന മുടിയുള്ളവരാണെങ്കിൽ ഇത് നല്ല എഫക്റ്റീവ് ആവുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ. ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഹെയർ സൊല്യൂഷനായിട്ട് ഉപയോഗിക്കാം. ഇത് നിങ്ങൾക്ക് സ്ഥിരം ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു രീതിയിലുള്ള മാറ്റം നമ്മുടെ മുടിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നമ്മുടെ മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനോടൊപ്പം മുടിയുടെ സ്വാഭാവിക തിളക്കവും മിനുസവും നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ചുമ്മാ നമ്മൾ വില കൂടിയ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നതിന് പകരമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു സാധനം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല സിൽക്കിയും നല്ല തിളക്കവും നൽകുന്ന ഒരു മുടി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി നമുക്ക് വേണ്ടത്, ഇപ്പോൾ ഞാൻ കാണിച്ച ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പച്ചവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പച്ചവെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ പഴങ്കഞ്ഞി വെള്ളം എടുക്കാം. പഴങ്കഞ്ഞി വെള്ളം എടുക്കുകയാണെങ്കിൽ 1/2 ഗ്ലാസ് പഴങ്കഞ്ഞി വെള്ളം എടുക്കുക. അതിലേക്ക് 1 ഗ്ലാസ് പച്ചവെള്ളം ചേർത്ത് ഒന്ന് ലയിപ്പിച്ചതിന് ശേഷം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ തിളച്ച വെള്ളത്തിലേക്ക് 2 സ്പൂൺ അളവിൽ നമ്മുടെ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാപ്പിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് അതിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലാക്കി നല്ലവണ്ണം ഒന്ന് അരിച്ചെടുത്ത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ തേയിലയും കട്ടൻ കാപ്പി എടുത്തില്ലേ, അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവ ചേർത്ത വെള്ളം എടുക്കാം, അല്ല എങ്കിൽ ഞവരയില, അതായത് പനിക്കൂർക്കയുടെ ഇല ചേർത്ത വെള്ളം എടുക്കാം. അങ്ങനെ നിങ്ങളുടെ സ്കാൽപ്പിന്, അതായത് നിങ്ങളുടെ മുടിക്ക് ഏതാണ് അനുയോജ്യം അതിനനുസരിച്ചിട്ടുള്ള സാധനം എടുക്കാവുന്നതാണേ. ഇനി നിങ്ങൾക്ക് നര വന്നു തുടങ്ങി, അല്ല എങ്കിൽ നര വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളവരാണെങ്കിൽ നമ്മുടെ കട്ടൻ കാപ്പി ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. കട്ടൻ ചായയും, അതായത് കടും കാപ്പി കൊണ്ട് തല കഴുകിയാലും മുടിയുടെ ഫോളിക്കിളുകളെ ഉത്തേജിപ്പിച്ച് തലമുടി വളർച്ചയെ വർദ്ധിപ്പിക്കാനും സഹായിക്കും കേട്ടോ. ഇത് പല പഠനങ്ങളും പറയുന്നതാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടി വരും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കട്ടൻ കാപ്പി അല്ല എങ്കിൽ തേയില വെള്ളം എടുക്കുന്നത് കൊണ്ട് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിയുടെ തിളക്കം കൂട്ടാനും ഇവ സഹായിക്കും കേട്ടോ. നിങ്ങൾ ഇതൊന്നും ചെയ്തില്ല എങ്കിലും നമ്മുടെ നരച്ച മുടിയെ നമുക്ക് കറുപ്പിക്കാൻ വേണ്ടിയിട്ട്, സ്ഥിരമായിട്ട് കറുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ചെറിയ രീതിയിൽ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഷാമ്പൂ ഇട്ട് കഴുകിയതിന് ശേഷം ഈ തേയില അല്ലെങ്കിൽ നമ്മുടെ കട്ടൻ ചായ വെള്ളം ഉപയോഗിച്ച് തല കഴുകുന്നത് നല്ലൊരു എഫക്റ്റ് നൽകും കേട്ടോ. അപ്പോൾ ഞാൻ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടുതലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ വെള്ളം അരിച്ചു മാറ്റിയതിന് ശേഷം അരയ്ക്കാൻ ആവശ്യത്തിന് മാത്രം കട്ടൻ കാപ്പി വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുത്തത്. 1-2 കഷ്ണമൊക്കെ അരയാതെ കിടപ്പുണ്ട്. എൻ്റെ വലിയ മിക്സിയുടെ ജാർ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അരയ്ക്കുമ്പോൾ നല്ല രീതിയിൽ അരച്ചെടുക്കുക. ഇത് എന്നിട്ട് നമുക്ക് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ തലയിൽ അപ്ലൈ ചെയ്ത് നല്ലവണ്ണം സ്കാൽപ്പിലും അപ്ലൈ ചെയ്ത് മസാജ് കൊടുത്തതിന് ശേഷം നോർമൽ വെള്ളത്തിൽ നമുക്ക് കഴുകി കളയാവുന്നതാണ്. നിങ്ങൾക്കിത് അരിക്കാതെയും തലയിൽ അപ്ലൈ ചെയ്യാം, അരിച്ചിട്ടും അപ്ലൈ ചെയ്യാം. അരിക്കാതെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും നമ്മുടെ തലയിൽ നിന്ന് അത് ഇളകി പോകാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ കഴുകി നല്ലവണ്ണം മുടി ഉണങ്ങിയതിന് ശേഷം മാത്രമേ അതിൻ്റെ തരിയൊക്കെ ഇളകി പോകത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് നമ്മുടെ മുടി ഉണക്കിയെടുക്കാനും പറ്റും. പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഈ ഒരു രീതി ചെയ്യുന്നതായിരിക്കും നല്ലതേ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ തലയിൽ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഒന്ന് കെട്ടി വെച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു സാധനം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളിതൊന്ന് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് റെഗുലറായിട്ട് ഒരു 6 മാസമെങ്കിലും ഉപയോഗിച്ചാൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നമ്മുടെ മുടിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.